ഇതിന് അത്ഭുതം എന്നല്ല പറയേണ്ടത്, അസംബന്ധം. പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. ഈ ഔട്ട് ഹൗസിന്റെ പണി തച്ചൻ തന്നെ ഏറ്റെടുക്കണം. ഏറ്റെടുക്കാം. മോനാളൊരു സോമനാണെന്ന് കേട്ടല്ലോ. സോമനല്ല, ശശി പീറ്റി. പീറ്റിയോ? ഇയാൾക്കെന്താ ഇത്ര ചൂട്? കാലാവസ്ഥയുടെ ആയിരിക്കും. ഇയാൾക്കെന്താ ഇത്ര കണ്ടക്ഷോഭം? എന്താ ഇയാളുടെ പ്രശ്നം? തിരുമേനി, എനിക്ക് കുറച്ച് വർക്ക്ഷോപ്പും ലെയ്ത്തും കാര്യങ്ങളും കുറച്ച് ചിട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇടയ്ക്കായി ഔട്ട് ഹൗസിന്റെ പണി വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണം. എന്താ ഈ പറയുന്നത്? ശശിത്തച്ഛൻ ഈ പണി ചെയ്യൂന്ന് വിചാരിച്ചിട്ടാ പെരുന്തച്ഛന് ഞാൻ ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചത്. എന്നെ നിരാശപ്പെടുത്തരുത്. ആരാ തിരുമേനി? എന്റെ മകളാ. എന്താ ഈ നട്ടുച്ചയ്ക്ക് വിളക്കുമായിട്ട് പോകുന്നേ? 4 മണിക്ക് ട്യൂഷന് പോകണം, പിന്നെ 8 മണിക്കാ തിരിച്ചു വരുന്നത്. അതുകൊണ്ടാ ഈ പകല് നട്ടുച്ചയ്ക്ക് വിളക്ക് വെച്ചിട്ട് പോണത്. നീ എന്താ പോകുന്നില്ലേ? ഈ തിരുമേനിനെ വിഷമിപ്പിച്ചിട്ട് എങ്ങനെ പോവച്ചാ? മകളെ കണ്ടപ്പം അച്ഛന്റെ മകൻ തന്നെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അല്ല, കഞ്ഞിയും കൊണ്ട് വന്നാന്നാ വിചാരിച്ചേ. എന്തിനാ കഞ്ഞിയാക്കുന്നേ? ഇല്ലത്തെ ചില്ലി ചിക്കനും നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? ഈ ആശാരിപ്പണി അതൊക്കെ ഒരു നീണ്ട കഥയാ. ഞാൻ ഒരു ദിവസം രാത്രി വന്ന് ഫുള്ളങ്ങ് പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചാ തമ്പുരാട്ടിക്ക് എന്നോട് വല്ല ദേഷ്യവും തോന്നുന്നു? ഇല്ല. ഒരുപാട് കാലമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? തമ്പുരാട്ടിയുടെ ശില്പം ഞാൻ കൂടെ കൊത്തിക്കോട്ടെ. എന്നാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്ന? എന്റെ മോനെ, ഈ തമ്പുരാട്ടി കൊറേ ശില്പം കൊത്ത് കണ്ടതാ. ഇനി ശില്പം കൊത്തണോന്ന് അത്രക്ക് ആഗ്രഹമാണെങ്കിൽ അപ്പുറത്ത് തോഴി നിപ്പുണ്ട്, പോയി കൊത്തിക്കും. തോഴി എങ്കിൽ തോഴി, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കൊത്തേച്ചാ മതി. തൊഴി ശില്പം കൊത്തണൊക്കെ കൊള്ളാം. തോഴിയുടെ തൊഴി കിട്ടാൻ നോക്കിക്കോണോട്ടോ. പറഞ്ഞ പോലെ ആ നിൽക്കുന്നതാണ് മരം. കണ്ടു ബോധ്യപ്പെട്ടല്ലോ. എന്നാ വെട്ടിക്കോ. ആയിക്കോട്ടെ. മരം കൂടി തകർത്തോ. എന്നാ ഞാനങ്ങോട്ട്. ഉണ്ണി, എന്ത് ധിക്കാരാ നീ കാണിക്കുന്നേ? അനുവാദം ചോദിച്ചോ? ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചാ പോരാ. മരം വെട്ടുന്നതിന് മുമ്പ് അതിൽ കെട്ടിയിരിക്കുന്ന ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ, അത് കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് അനുവാദം ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് മതി ഒരു ഹർത്താലിന്. മനസ്സിലായോ? മാറി നിൽക്കാ ധിക്കാരി. ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ച് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്ന ആ മരം വെട്ടിയെടുക്കാൻ സന്തോഷത്തോടുകൂടി അനുവദിക്കുന്നു. ആ മരത്തിൽ നിന്നുണ്ടാക്കുന്ന വാതിലുകളും ജനലുകളും എപ്പോഴും തുറക്കാനും അടയ്ക്കാനും പറ്റുമെന്ന് ശാസ്ത്രം. നീ ഉണ്ടാക്കുന്ന പല വാതിലുകളും ജനലുകളും തുറക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതാ വിജയഗിരിയുടെ ഇടയ്ക്ക് വല്ല തുരുമ്പും കയറിയിട്ടായിരിക്കും. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടേ കാണിച്ചു കഴിഞ്ഞാൽ അത് തുറക്കുകയും ചെയ്യും. ധിക്കാരം പറയുന്നു. ഞാൻ മരത്തോട് അനുവാദം ചോദിച്ചിട്ട് വരാം. അച്ഛാ അങ്ങോട്ട് പോണ്ട. മരം വെട്ടൽ നിർത്തുക. അല്ലയോ മരമേ, എന്റെ മകൻ ചെയ്ത അപരാധത്തിന് മാപ്പ് തന്നാലും മരമരമരമരമരമരമഹത്തോയ സ്വാഹ, മരമരമരമര മംഗല്യായ സ്വാഹ, മരമരമരമര മന്ത്രിക്കായ സ്വാഹ. എന്റെ ചേട്ടാ തച്ചേട്ടാ തച്ചേട്ടാ, ഇതെന്താ പറ്റി? പിടിച്ച് മാറ്റേക്കോട്. ഏതായാലും ഈ മരം അച്ഛൻ അനുവാദം കൊടുത്തു. ഇനി ഒരു മരത്തിന്റെ അനുവാദം കൂടെ ചോദിക്കണം. അതേത് മരം? തെക്കാപ്പുറം വഹിക്കുന്ന മൂവാണ്ടമ്മാവിന്റെ. അതെന്തിനാ? അച്ഛനെ ദഹിപ്പിക്കണ്ടേ? അയ്യോ, തച്ചേട്ടൻ എനക്കൊണ്ട്. തച്ചേട്ടാ വെട്ടി മാറ്റണം. കൂടലെടുത്തോണ്ട് പെട്ടെന്ന് വെട്ടി മാറ്റണം. അങ്ങോട്ട് എന്താ നോക്കിയിരിക്കുന്നത്? വെട്ടി മാറ്റാനല്ലേ പറഞ്ഞേ? ഈ മരം വെട്ടി മാറ്റണമെങ്കിൽ ഈ മരത്തിന്റെ അനുവാദം ചോദിക്കണം. എടാ മഹാഭാവി, അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴാണോടാ നിന്റെ ഒടുക്കത്തെ അനുവാദം ചോദിക്കല്?